ഓം ശാന്തി. 9-12-20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഏതൊരു സങ്കല്പം ഈശ്വരീയ സേവാർത്ഥം നടക്കുന്നു അതിനെ ശുദ്ധ സങ്കല്പം അഥവാ നിർസങ്കല്പം എന്ന് തന്നെ പറയും, വ്യർത്ഥം എന്നല്ല. ചോദ്യം: വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഏതൊരു കടമ നിറവേറ്റുമ്പോഴും അനാസക്തമായി ഇരിക്കണം. ഉത്തരം: ബന്ധുമിത്രാദികളുടെ സേവനം ചെയ്തുകൊള്ളൂ, എന്നാൽ അലൗകിക ഈശ്വരീയ ദൃഷ്ടി വെച്ചുകൊണ്ട് ചെയ്യൂ. അവരിലേക്ക് മോഹത്തിൻ്റെ ചരട് പോകരുത്. അഥവാ ഏതെങ്കിലും വികാരി സംബന്ധത്തോട് സങ്കല്പമെങ്കിലും വരുന്നുവെങ്കിൽ അത് വികർമ്മമാകുന്നു. അതിനാൽ അനാസക്തമായി കടമകൾ നിറവേറ്റൂ. എത്ര സാധിക്കുമോ ദേഹി അഭിമാനിയായി ഇരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ഓം ശാന്തി. ഇന്ന് കുട്ടികളായ നിങ്ങൾക്ക് സങ്കല്പം, വികൽപ്പം, നിർസങ്കല്പം അഥവാ കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. ഏതുവരെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ അതുവരെയും നിങ്ങളുടെ സങ്കല്പം തീർച്ചയായും നടക്കും. സങ്കല്പം ധാരണ ചെയ്യാതെ ഒരു മനുഷ്യനും ഒരു ക്ഷണം പോലും ഇരിക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ സങ്കല്പങ്ങൾ ഇവിടെയും നടക്കും, സത്യയുഗത്തിലും നടക്കും, അജ്ഞാനകാലത്തിലും നടക്കുന്നു. പക്ഷേ ജ്ഞാനത്തിൽ വരുമ്പോൾ സങ്കല്പം സങ്കല്പമല്ല. കാരണം നിങ്ങൾ പരമാത്മാവിൻ്റെ സേവനാർത്ഥം നിമിത്തമായിരിക്കുന്നു. അപ്പോൾ ഏതൊരു സങ്കല്പമാണോ യജ്ഞാർത്ഥം നടക്കുന്നത് ആ സങ്കല്പം സങ്കല്പമല്ല, അത് നിർസങ്കല്പം തന്നെയാണ്. ബാക്കി ഏതെല്ലാം ആവശ്യമില്ലാത്ത സങ്കല്പം നടക്കുന്നു, അതായത് കലിയുഗി ലോകത്തെ പ്രതിയും കലിയുഗി ബന്ധുമിത്രാദികളെ പ്രതിയും നടക്കുന്നു, അവയെ വികൽപ്പം എന്ന് പറയുന്നു. അതിലൂടെ തന്നെയാണ് വികർമ്മം ഉണ്ടാകുന്നത്. വികർമ്മങ്ങളിലൂടെ ദുഃഖം പ്രാപ്തമാകുന്നു. ബാക്കി ഏതൊരു സങ്കല്പമാണോ യജ്ഞത്തെ പ്രതി അഥവാ ഈശ്വരീയ സേവനത്തെ പ്രതി നടക്കുന്നത് അത് നിർസങ്കല്പമായി. ശുദ്ധ സങ്കല്പം സർവീസിനെ പ്രതി നടക്കട്ടെ. നോക്കൂ, ബാബ ഇവിടെ ഇരിക്കുന്നു കുട്ടികളായ നിങ്ങളെ പരിപാലിക്കുന്നതിനായി. അവരുടെ സേവനം ചെയ്യുന്നതിനായി മാതാപിതാക്കളുടെ സങ്കല്പം തീർച്ചയായും നടക്കുന്നു. എന്നാൽ ഈ സങ്കല്പം സങ്കല്പമല്ല, ഇതിലൂടെ വികർമ്മം ഉണ്ടാകുന്നില്ല. എന്നാൽ അഥവാ ഏതെങ്കിലും വികാരി സംബന്ധത്തെ പ്രതി സങ്കല്പം നടക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും വികർമ്മം തന്നെയാകുന്നു. ബാബ കുട്ടികളായ നിങ്ങളോട് പറയുന്നു, ബന്ധുമിത്രാദികളുടെ സേവനം ചെയ്തുകൊള്ളൂ, എന്നാൽ അലൗകിക ഈശ്വരീയ ദൃഷ്ടിയോടെ ആയിരിക്കണം. ആ മോഹത്തിൻ്റെ ചരട്, അതായത് ബന്ധം വരാൻ പാടില്ല. അനാസക്തമായി തൻ്റെ കടമകൾ പാലിക്കേണ്ടതാണ്. എന്നാൽ ആർക്കാണോ ഇവിടെ ആയിരിക്കുമ്പോഴും കർമ്മ സംബന്ധത്തിലായിരിക്കുമ്പോഴും അവയെ മുറിക്കുവാൻ സാധിക്കാത്തത്, എങ്കിൽ പോലും അവർ പരമാത്മാവിനെ ഉപേക്ഷിക്കുവാൻ പാടില്ല. കൈ പിടിച്ചിട്ടുണ്ടാകുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പദവി പ്രാപ്തമാക്കും. ഇപ്പോഴാകട്ടെ തന്നിൽ ഏതൊരു വികാരമാണോ ഉള്ളത് എന്നത് ഓരോരുത്തർക്കും സ്വയം അറിയാം. അഥവാ ആരിലെങ്കിലും ഒരു വികാരമെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും ദേഹാഭിമാനിയായി. ആരിലാണോ വികാരങ്ങളില്ലാത്തത് അവർ ദേഹി അഭിമാനിയായി. ആരില്ലെങ്കിലും ഏതെങ്കിലും വികാരമുണ്ട് എങ്കിൽ അവർ ശിക്ഷകൾ തീർച്ചയായും അനുഭവിക്കും. ആരാണോ വികാരരഹിതമായിരിക്കുന്നത് അവർ ശിക്ഷകളിൽ നിന്നും മുക്തമാകും. നോക്കൂ, ചില കുട്ടികളുണ്ട്,
അവരിൽ കാമവുമില്ല, ക്രോധവുമില്ല, ലോഭവുമില്ല, മോഹവുമില്ല. അവർക്ക് സർവീസ് വളരെ നന്നായി ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ അവരുടേത് വളരെയധികം വിജ്ഞാനമയ അവസ്ഥയാണ്. അതാകട്ടെ നിങ്ങൾ ഏവരും വോട്ട് നൽകും. ഇനി ഇത് ഞാൻ എങ്ങനെ അറിയുന്നുവോ അതുപോലെ കുട്ടികളായ നിങ്ങളും അറിയുന്നുണ്ട്. നല്ലതിനെ എല്ലാവരും നല്ലതെന്ന് പറയും. ആരിലാണോ എന്തെങ്കിലും കുറവുകളുള്ളത് അവർക്ക് എല്ലാവരും ആ വോട്ടായിരിക്കും നൽകുക. ഇപ്പോൾ ഈ നിശ്ചയം ഉണ്ടാക്കണം. ആരിൽ ഏതെങ്കിലും വികാരങ്ങളുണ്ടോ അവർക്ക് സർവീസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ആരാണോ വികാര പ്രൂഫായത് അവർക്ക് സർവീസ് ചെയ്ത് മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കുവാൻ സാധിക്കും. അതിനാൽ വികാരങ്ങളുടെ മേൽ പൂർണ്ണ ജയം ആവശ്യമാണ്. വികൽപ്പങ്ങളുടെ മേൽ പൂർണ്ണ ജയം ആവശ്യമാണ്. ഈശ്വരാർത്ഥമുള്ള സങ്കല്പത്തെ നിർസങ്കല്പമായി കണക്കാക്കും. വാസ്തവത്തിൽ നിർസങ്കല്പ അവസ്ഥ എന്ന് പറയുന്നത് സങ്കല്പമേ നടക്കാത്തത്, സുഖദുഃഖങ്ങളിൽ നിന്നും വേറിട്ടതും ആയതിനെയാണ്. അതാണെങ്കിൽ അന്തിമത്തിൽ എപ്പോഴാണോ നിങ്ങൾ കണക്കുകൾ സമാപ്തമാക്കി പോകുന്നത് അവിടെ സുഖദുഃഖങ്ങളിൽ നിന്നും വേറിട്ട അവസ്ഥയിൽ ആയിരിക്കും. അപ്പോഴാണ് ഒരു സങ്കല്പവും നടക്കാത്തത്. ആ സമയം കർമ്മവും അകർമ്മവും രണ്ടിൽ നിന്നും ഉപരിയായി അകർമ്മി അവസ്ഥയിൽ ഇരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സങ്കല്പം തീർച്ചയായും നടക്കും. കാരണം നിങ്ങൾ മുഴുവൻ ലോകത്തെയും ശുദ്ധമാക്കുന്നതിന് വേണ്ടി നിമിത്തമായിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ ശുദ്ധ സങ്കല്പങ്ങൾ തീർച്ചയായും നടക്കും. സത്യയുഗത്തിൽ ശുദ്ധ സങ്കല്പം നടക്കുന്നത് കാരണം സങ്കല്പമല്ല. കർമ്മം ചെയ്യുമ്പോഴും കർമ്മബന്ധനമുണ്ടാകുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ കർമ്മം അകർമ്മം വികർമ്മങ്ങളുടെ ഗതിയെ പരമാത്മാവിന് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കുന്നത്. ആ ഒന്ന് വികർമ്മങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവനാണ്. ആ ഒന്ന് ഈ സംഗമത്തിൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ കുട്ടികളെ തൻ്റെ മേൽ വളരെയധികം ജാഗ്രത വയ്ക്കൂ. തൻ്റെ കണക്കുകളെയും നോക്കിക്കൊണ്ടിരിക്കൂ. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് കണക്കുകൾ സമാപ്തമാക്കുവാനാണ്. ഇവിടെ വന്നിട്ടും കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നത് പാടില്ല. എങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ഈ ഗർഭ ജയിലിലെ ശിക്ഷകൾ നിസ്സാരമൊന്നുമല്ല. ഈ കാരണത്താൽ വളരെയധികം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഈ ലക്ഷ്യം വളരെ ഭാരിച്ചതാണ്. അതിനാൽ സൂക്ഷിച്ച് നടക്കേണ്ടതാണ്. വികൽപ്പങ്ങളുടെ മേൽ തീർച്ചയായും ജയം നേടേണ്ടതുണ്ട്. ഇപ്പോൾ എവിടം വരെ നിങ്ങൾ വികൽപ്പങ്ങളുടെ മേൽ വിജയം നേടി? എത്രത്തോളം ഈ നിർസങ്കല്പം, അതായത് സുഖദുഃഖങ്ങളിൽ നിന്നും വേറിട്ട അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്? ഇത് നിങ്ങൾ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കൂ. ആർക്കാണോ സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് അവർക്ക് മമ്മയോടും ബാബയോടും ചോദിക്കാം. കാരണം നിങ്ങളാകട്ടെ അവരുടെ അവകാശികളാണ്. അപ്പോൾ അത് പറഞ്ഞു തരുവാൻ സാധിക്കും. നിർസങ്കല്പ അവസ്ഥയിൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തൻ്റേതെന്ന് മാത്രമല്ല ഏതൊരു വികാരിയുടെയും വികർമ്മങ്ങളെ അമർത്തുവാൻ സാധിക്കും. ഏതൊരു കാമിയായ പുരുഷനും നിങ്ങളുടെ മുന്നിൽ വന്നാൽ അയാൾക്ക് വികാരി സങ്കല്പം നടക്കുകയില്ല. ആരെങ്കിലും ദേവതമാരുടെ മുന്നിൽ പോകുമ്പോൾ അതിനു മുന്നിൽ അവർ ശാന്തമായി പോകുന്നു. അതുപോലെ നിങ്ങളും ഗുപ്തരൂപത്തിൽ ദേവതമാരാണ്. നിങ്ങളുടെ മുന്നിലും ആരുടെയും വികാരി സങ്കല്പം നടക്കുക സാധ്യമല്ല. എന്നാൽ അങ്ങനെയുള്ള വളരെയധികം കാമിയായ പുരുഷനായിരിക്കുകയും
അവർക്ക് കുറച്ച് സങ്കല്പങ്ങൾ നടന്നുവെങ്കിൽ പോലും യുദ്ധം ചെയ്യുവാൻ സാധിക്കില്ല. അഥവാ നിങ്ങൾ യോഗയുക്തമായി നിൽക്കുകയാണെങ്കിൽ മാത്രം. നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പരമാത്മാവിന് വികാരങ്ങളുടെ ആഹൂതി നൽകുവാനാണ്. എന്നാൽ ചിലരൊക്കെ ഇപ്പോൾ നിയമമനുസരിച്ച് ആഹൂതി ചെയ്തിട്ടില്ല. അവരുടെ യോഗം പരംപിതാവുമായി യോജിച്ചിട്ടില്ല. മുഴുവൻ ദിവസവും ബുദ്ധിയോഗം അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ദേഹി അഭിമാനി ആയിട്ടില്ല. ദേഹ അഭിമാനി ആയത് കാരണം ആരുടെയെങ്കിലും സ്വഭാവത്തിലേക്ക് വന്നു പോകുന്നു. അത് കാരണം പരമാത്മാവുമായി പ്രീതി നിറവേറ്റുവാൻ സാധിക്കുന്നില്ല. അതായത് പരമാത്മാർത്ഥം സർവീസ് ചെയ്യുന്നതിൻ്റെ അധികാരിയാകുവാൻ സാധിക്കുന്നില്ല. ആരാണോ പരമാത്മാവിൽ നിന്നും സർവീസ് സ്വീകരിച്ച ശേഷം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് പതീതരെ പാവനമാക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ തന്നെയാണ് എൻ്റെ സത്യമായ പക്വമായ കുട്ടികൾ. അവർക്ക് വളരെ ഭാരിച്ച, അതായത് ഉയർന്ന പദവി ലഭിക്കുന്നു. ഇപ്പോൾ പരമാത്മാവ് സ്വയം വന്ന് നിങ്ങളുടെ പിതാവായിരിക്കുന്നു. ആ പിതാവിനെ സാധാരണ രൂപത്തിൽ അറിയാതെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള സങ്കല്പം ഉൽപ്പന്നമാവുക എന്നാൽ വിനാശത്തെ പ്രാപ്തമാക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ആ സമയം വന്നു ചേരും. അതിൽ 108 ജ്ഞാനഗംഗകൾ പൂർണ്ണ അവസ്ഥ പ്രാപ്തമാക്കും. ബാക്കി ആര് പഠിച്ചിട്ടുണ്ടാകില്ലയോ അവർ തൻ്റെ തന്നെ നാശം വരുത്തും. ഇത് നിശ്ചയമായും അറിയണം. അതായത് ആരെങ്കിലും ഈ ഈശ്വരീയ യജ്ഞത്തിൽ ഒളിപ്പിച്ച് കാര്യം ചെയ്യുന്നു എങ്കിൽ അത് എല്ലാം അറിയുന്നവനായ ബാബ കാണുന്നുണ്ട്. ആ ഒന്ന് പിന്നെ തൻ്റെ സാകാര സ്വരൂപമായ ബാബയെ ടച്ച് ചെയ്യുന്നു, മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. അതിനാൽ ഒരു കാര്യവും ഒളിപ്പിക്കുവാൻ പാടില്ല. തെറ്റുകൾ സംഭവിക്കുന്നുണ്ടാകും, എന്നാൽ അത് പറയുന്നതിലൂടെ തന്നെ ഭാവിയിലേക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അതിനാൽ കുട്ടികളെ ജാഗ്രതയോടെ ഇരിക്കണം. കുട്ടികൾ ആദ്യം സ്വയം മനസ്സിലാക്കണം, ഞാൻ ആരാണ്, വാട്ട് ആം ഐ. ഞാൻ എന്ന് ശരീരത്തെ അല്ല പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ആത്മാവിനെയാണ്. ഞാൻ ആത്മാവ് എവിടെ നിന്നും വന്നു, ആരുടെ സന്താനമാണ്? ഞാൻ ആത്മാവ് പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ് എന്നത് ആത്മാവിന് എപ്പോഴാണോ മനസ്സിലാകുന്നത്, അപ്പോൾ തൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷം വരുന്നു. കുട്ടികൾക്ക് സന്തോഷം വരുന്നത് പിതാവിൻ്റെ ഓക്കുപ്പേഷൻ അറിയുമ്പോഴാണ്. ചെറുതായിരിക്കുന്നത് വരെയും പിതാവിൻ്റെ ഓക്കുപ്പേഷൻ അറിയാത്തത് വരെയും ഇത്രയും സന്തോഷമുണ്ടായിരിക്കുകയില്ല. ഇതുപോലെ മുതിർന്നവരാകുമ്പോൾ പിതാവിൻ്റെ ഓക്കുപ്പേഷൻ മനസ്സിലാകുമ്പോൾ ആ ലഹരിയും ആ സന്തോഷവും കയറുന്നു. അപ്പോൾ ആദ്യം ആ ഒന്നിൻ്റെ ഓക്കുപ്പേഷൻ അറിയേണ്ടതുണ്ട്. നമ്മുടെ ബാബ ആരാണ്, ആ ഒന്ന് എവിടെ വസിക്കുന്നു? അഥവാ ആത്മാവ് ആ ഒന്നിൽ മെർജാകും എന്ന് പറയുകയാണെങ്കിൽ ആത്മാവ് വിനാശിയായി പോയി. അപ്പോൾ സന്തോഷം ആർക്ക് വരുവാനാണ്? നിങ്ങളുടെ അടുക്കൽ പുതിയതായി വരുന്ന ജിജ്ഞാസുക്കൾ ആരെല്ലാമാണോ അവരോട് ചോദിക്കണം, നിങ്ങൾ ഇവിടെ എന്താണ് പഠിക്കുന്നത്? ഇതിലൂടെ എന്ത് സ്റ്റാറ്റസ് ആണ് ലഭിക്കുന്നത്? ആ കോളേജിലാണെങ്കിൽ പഠിക്കുന്നവർ പറഞ്ഞു തരും, നമ്മൾ ഡോക്ടറായിക്കൊണ്ടിരിക്കുന്നു, എൻജിനീയർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ തീർച്ചയായും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവരിൽ വിശ്വാസം വയ്ക്കുമല്ലോ. ഇവിടെയും സ്റ്റുഡൻസ് പറയുന്നു, ഇത് ദുഃഖത്തിൻ്റെ ലോകമാണ്, ഇതിനെ നരകം, ഹെൽ അഥവാ
ഡെവിൾ വേൾഡ് എന്ന് പറയുന്നു. അതിന് എഗൻസ്റ്റ് ആയതാണ് ഹെവൻ അഥവാ ഡീറ്റി വേൾഡ്. അതിനെ സ്വർഗം എന്ന് പറയുന്നു. ഇതാകട്ടെ എല്ലാവരും അറിയുന്നുണ്ട്, മനസ്സിലാക്കുവാനും സാധിക്കും. ഇത് ആ സ്വർഗമല്ല, ഇത് നരകമാണ് അഥവാ ദുഃഖത്തിൻ്റെ ലോകമാണ്, പാപ ആത്മാക്കളുടെ ലോകമാണ്. അതിനാലാണ് നമ്മളെ പുണ്യത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് ആ ഒന്നിനോട് വിളിക്കുന്നത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മളെ ബാബ ആ പുണ്യത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരാണോ പുതിയതായി വരുന്ന സ്റ്റുഡൻസ്, അവർ കുട്ടികളോട് ചോദിക്കേണ്ടതാണ്, കുട്ടികളിൽ നിന്നും പഠിക്കേണ്ടതാണ്. അവർക്ക് തൻ്റെ ടീച്ചറിൻ്റെ അഥവാ പിതാവിൻ്റെ ഓക്കുപേഷൻ പറഞ്ഞു തരാൻ സാധിക്കും. ബാബ ഇരുന്ന് സ്വയം തൻ്റെ പ്രശംസ ചെയ്യുകയില്ല. ടീച്ചർ തൻ്റെ മഹിമ സ്വയം കേൾപ്പിക്കുമോ? അതാകട്ടെ സ്റ്റുഡൻസ് ആണ് കേൾപ്പിക്കുന്നത്, ഇത് ഇങ്ങനെയുള്ള ടീച്ചറാണ് എന്ന്. അപ്പോൾ സ്റ്റുഡൻസ് ഷോസ് മാസ്റ്റർ എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾ ഇത്രയും കോഴ്സ് പഠിച്ചു വന്നു. നിങ്ങളുടെ ജോലിയാണ് പുതിയവർക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അല്ലാതെ ടീച്ചർ BAയും MAയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരിരുന്ന് പുതിയ സ്റ്റുഡൻസിനെ ABC പഠിപ്പിക്കുകയും ചെയ്യുമോ? ചില സ്റ്റുഡൻസ് നല്ല സമർത്ഥരായിരിക്കുന്നു. അവർ മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. അതിൽ മാതാ ഗുരു പ്രശസ്തമാണ്. ഇതാണ് ഡീറ്റി ധർമ്മത്തിൻ്റെ ആദ്യത്തെ മാതാവ്. ഈ ഒന്നിനെ ജഗദംബ എന്ന് പറയുന്നു. മാതാവിന് വളരെയധികം മഹിമയുണ്ട്. ബംഗാളിൽ കാളി, ദുർഗ, സരസ്വതി, ലക്ഷ്മി ഈ 4 ദേവിമാരുടെ വളരെയധികം പൂജ ചെയ്യുന്നു. ഇപ്പോൾ ആ 4ൻ്റെയും ഓക്കുപേഷൻ അറിയേണ്ടത് ആവശ്യമാണ്. ഏതുപോലെ ലക്ഷ്മി ഗോഡസ് ഓഫ് വെൽത്ത് ആണ്. ലക്ഷ്മി ഇവിടെ തന്നെയാണ് രാജ്യം ഭരിച്ച ശേഷം പോയത്. ബാക്കി കാളി, ദുർഗ തുടങ്ങി ഇവയെല്ലാം തന്നെ ഈ ഒന്നിനുണ്ടായിരിക്കുന്ന പേരുകളാണ്. അഥവാ 4 മാതാക്കളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അവരുടെ 4 പതികളും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ ലക്ഷ്മിയുടേതാണെങ്കിൽ നാരായണനാകുന്ന പതി പ്രസിദ്ധമാണ്. കാളിയുടെ പതി ആരാണ്? മുന്നിലുള്ളവർ പറഞ്ഞു ശങ്കർ. എന്നാൽ ശങ്കറിനെ പാർവതിയുടെ പതിയായാണ് പറയുന്നത്. പാർവതി കാളിയൊന്നുമല്ല. വളരെ പേരുണ്ട് കാളിയെ പൂജിക്കുന്നു, മാതാവിനെ ഓർമ്മിക്കുന്നു. എന്നാൽ പിതാവിനെ കുറിച്ച് അറിയില്ല. കാളിക്ക് ഒന്നുകിൽ പതി ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ പിതാവ് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത് ആർക്കും തന്നെ അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, ലോകം ഇത് ഒന്നേ ഉള്ളൂ. അത് ഒരു സമയത്ത് ദുഃഖത്തിൻ്റെ ലോകവും അഥവാ നരകം ആകുന്നു. അത് തന്നെ പിന്നീട് സത്യയുഗത്തിൽ ബഹിഷ്ത് അഥവാ സ്വർഗമാകുന്നു. ലക്ഷ്മി നാരായണനും ഇതേ സൃഷ്ടിയിൽ തന്നെ സത്യയുഗത്തിൻ്റെ സമയത്ത് രാജ്യം ഭരിച്ചിരുന്നു. അല്ലാതെ സൂക്ഷ്മമായി ലക്ഷ്മി നാരായണനുള്ള വൈകുണ്ഠമൊന്നും സൂക്ഷ്മത്തിലില്ല. അവരുടെ ചിത്രങ്ങൾ ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ തീർച്ചയായും ഇവിടെ തന്നെയാണ് രാജ്യം ഭരിച്ചിട്ട് പോയത്. കളി മുഴുവൻ ഈ കോർപ്പറിയൽ വേൾഡിൽ നടക്കുന്നു, അതായത് സാകാരി ലോകത്തിൽ നടക്കുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഈ കോർപ്പറിയൽ വേൾഡിൻ്റേതാണ്. സൂക്ഷ്മവതനത്തിൽ ഏതെങ്കിലും ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ പുതിയ ജിജ്ഞാസുക്കൾക്ക് ആദ്യം അൽഫിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെയാണ് ബേ, അതായത് ചക്രവർത്തി പദത്തെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്. അൽഫ് ആണ് ഗോഡ്,
ആ ഒന്ന് സുപ്രീം സോളാണ്. ഏതുവരെ ഇത് പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല, അതുവരെയും പരംപിതാവിനോട് ആ സ്നേഹം ഉണരുന്നില്ല, ആ സന്തോഷം വരുന്നില്ല. കാരണം ആദ്യം ബാബയെ അറിയണം. അപ്പോഴാണ് ആ ഒന്നിൻ്റെ ഓക്കുപേഷനും അറിഞ്ഞ് സന്തോഷത്തിൽ വരുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ കാര്യത്തെ മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. ഗോഡ് ആകട്ടെ എവർ ഹാപ്പിയാണ്, ആനന്ദ സ്വരൂപമാണ്. നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ സന്തോഷം വന്നുകൂടാ? ആ ഉൾപുളകം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഐ ആം സൺ ഓഫ് ഗോഡ്, ഐ ആം എവർ ഹാപ്പി, മാസ്റ്റർ ഗോഡ്. ആ സന്തോഷം വരുന്നില്ല എങ്കിൽ സ്വയം സൺ, അതായത് കുട്ടിയായി മനസ്സിലാക്കുന്നില്ല എന്ന് സിദ്ധമാകുന്നു. ഗോഡ് ഈസ് എവർ ഹാപ്പി ബട്ട് ഐ ആം നോട്ട് ഹാപ്പി. അതായത് ഈശ്വരൻ സദാ സന്തുഷ്ടമാണ്, പക്ഷേ ഞാൻ സന്തുഷ്ടമല്ല. കാരണം ഫാദറിനെ അറിയുന്നില്ല. കാര്യമാകട്ടെ സഹജമാണ്. ചിലർക്കാണെങ്കിൽ ഈ ജ്ഞാനം കേൾക്കുന്നതിന് പകരം ശാന്തിയാണ് നല്ലതായി തോന്നുന്നത്. കാരണം ജ്ഞാനം എടുക്കുവാൻ പോലും സാധിക്കാത്ത വളരെ പേരുണ്ട്. ഇത്രത്തോളം സമയം എവിടെയുണ്ട്? ഈ അൽഫിനെയെങ്കിലും, അതായത് ബാബയെയെങ്കിലും അറിഞ്ഞ് സൈലൻസിൽ ഇരിക്കുമെങ്കിൽ അതും നല്ലത് തന്നെ. ഏതുപോലെ സന്യാസിമാരും പർവ്വതങ്ങളിലെ ഗുഹകളിൽ പോയി പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കുന്നു, അതേപോലെ പരംപിത പരമാത്മാവിൻ്റെ ആ സുപ്രീം ലൈറ്റിൻ്റെ ഓർമ്മയിലിരിക്കണം. എങ്കിലും നല്ലതാണ്. ആ ഒന്നിൻ്റെ ഓർമ്മയിലൂടെ സന്യാസിമാർക്കും നിർവികാരിയാകുവാൻ സാധിക്കുന്നു. പക്ഷേ വീട്ടിലിരുന്നു കൊണ്ട് ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. അവിടെയാണെങ്കിൽ കുട്ടികളിൽ മോഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനാൽ സന്യസിക്കുന്നു. ഹോളിയായി മാറുമ്പോൾ അതിൽ സുഖം ഉണ്ടായിരിക്കുന്നുവല്ലോ. സന്യാസി ഏറ്റവും നല്ലതാണ്. ആദിദേവനും സന്യാസിയായല്ലോ. മുന്നിൽ ആ ഒന്നിൻ്റെ, അതായത് ആദിദേവന്റെ ക്ഷേത്രം നിൽക്കുന്നു. അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗീതയിലും പറയുന്നു, ദേഹത്തിൻ്റെ സർവധർമ്മങ്ങളും സന്യസിക്കൂ. അവർ സന്യസിക്കുമ്പോൾ മഹാത്മാവായി മാറുന്നു. ഗൃഹസ്ഥിയെ മഹാത്മാവെന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. നിങ്ങളെ ആകട്ടെ പരമാത്മാവ് വന്ന് സന്യാസം ചെയ്യിച്ചിരിക്കുന്നു. സന്യാസം ചെയ്യുന്നത് തന്നെ സുഖത്തിനു വേണ്ടിയാണ്. മഹാത്മാവ് ഒരിക്കലും ദുഃഖിയാകുന്നില്ല. രാജാക്കന്മാരും സന്യസിക്കുന്നു. അപ്പോൾ കിരീടവും മറ്റും വലിച്ചെറിയുന്നു. ഏതുപോലെയാണോ ഗോപീചന്ദ് സന്യസിച്ചത്, അപ്പോൾ തീർച്ചയായും ഇതിൽ സുഖമുണ്ട്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യാതൊരു തലകീഴായ കർമ്മവും ഒളിപ്പിച്ചു ചെയ്യരുത്. ബാബ് ദാദയിൽ നിന്നും ഒരു കാര്യവും ഒളിപ്പിക്കുവാൻ പാടില്ല. വളരെ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. സ്റ്റുഡൻറ് ഷോസ് മാസ്റ്റർ. എന്തു പഠിച്ചുവോ അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. എവർ ഹാപ്പി ഗോഡിൻ്റെ കുട്ടികളാണ്. ഈ സ്മൃതിയിലൂടെ അപാര സന്തോഷത്തിലിരിക്കണം. വരദാനം: ഓരോ ആത്മാവിനെയും ഉയരങ്ങളിൽ ഉയർത്തുന്നതിൻ്റെ ഭാവനയിലൂടെ റിഗാർഡ് നൽകുന്ന ശുഭചിന്തകനായി ഭവിക്കട്ടെ. ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠ ഭാവന, അതായത് ഉയരങ്ങളിൽ ഉയർത്തുന്നതിൻ്റെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയും ഭാവന വയ്ക്കുക എന്നാൽ ശുഭചിന്തകനാവുക എന്നർത്ഥം. തൻ്റെ ശുഭവൃത്തിയിലൂടെ, ശുഭചിന്തക സ്ഥിതിയിലൂടെ അന്യരുടെ അവഗുണത്തെയും പരിവർത്തനപ്പെടുത്തണം.
ആരുടെയും ദൗർബല്യത്തെയും അവഗുണത്തെയും സ്വന്തം കുറവായി മനസ്സിലാക്കി വർണ്ണിക്കുന്നതിന് പകരം അഥവാ വ്യാപിപ്പിക്കുന്നതിന് പകരം ഉൾക്കൊള്ളുകയും പരിവർത്തനപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് റിഗാർഡ്. വലിയ കാര്യത്തെയും ചെറുതാക്കി മാറ്റണം. നിരാശരെയും ശക്തിവാനാക്കി മാറ്റണം. അവരുടെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ, അതായത് പ്രഭാവത്തിൽ വരരുത്. സദാ അവരെയും ഉന്മേഷത്തിലും ഉത്സാഹത്തിലും കൊണ്ടുവരണം. ഇതാണ് റിഗാർഡ്. ഇങ്ങനെയുള്ള റിഗാർഡ് നൽകുന്നവർ തന്നെ ശുഭചിന്തകൻ. സ്ലോഗൻ: ത്യാഗത്തിൻ്റെ ഭാഗ്യം സമാപ്തമാക്കുന്നത് പഴയ സ്വഭാവ സംസ്കാരമാണ്. അതിനാൽ ഇതിൻ്റെയും ത്യാഗം ചെയ്യൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബാഹ്യ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി വ്യർത്ഥ വികൽപ്പങ്ങളെ സ്പർശിക്കാതെ എൻ്റെ ദിവ്യ സ്വരൂപത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. പവിത്ര സ്വരൂപമായി, സഫലതാ നക്ഷത്രമായി മസ്തക സിംഹാസനത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ ഞാൻ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിബലത്താൽ മാറി പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ എത്തിച്ചേരുന്നു. ഈ ജ്യോതിദേശത്തിൽ പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് സർവമംഗളകാരിയായ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ ഏകാഗ്രമാകുന്നു. പവിത്ര സാഗരനിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശം എന്നിൽ നിറയുമ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ അതിശുദ്ധവും അതിനിർമ്മലവും പവിത്രവുമായ സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ സർവശ്രേഷ്ഠവും പവിത്രവുമായ അനാദി സ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ
ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവപരമാത്മാവുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിലൂടെ പവിത്രതയുടെ ബലം ശേഖരിച്ച് യോഗയുക്ത അവസ്ഥയിൽ മസ്തകമണി ആയി ഞാൻ വിരാജിക്കുന്നു.